ക്രിസ്തുമസ് വിമോചനത്തിന്റെ തിരുനാളാണ്. യേശുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞത് നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിക്കുമെന്നാണ്. ഈശോ അഥവാ ജോഷുവ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. ലൂക്കായുടെ സുവിശേഷം 2:11 പറയുന്നത് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ബെത്ലഹേമിൽ ഒരു രക്ഷകൻ പിറക്കുമെന്നാണ്. രക്ഷകൻ അഥവാ സേവിയർ. രക്ഷകന്റെ ദൗത്യം മനുഷ്യനെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള ബന്ധനങ്ങളുണ്ട്. പാപത്തിന്റെ ബന്ധനം, ജഡത്തിന്റെ ബന്ധനം, നമ്മുടെ സ്വാർത്ഥതയുടെ ബന്ധനം, രാഷ്ട്രീയമായ ബന്ധനം, അങ്ങനെ പലതരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കലാണ് രക്ഷ. യേശു വന്നത് മനുഷ്യനെ രക്ഷിക്കാനാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മോശ എന്ന പ്രവാചകനുണ്ടായി. മനുഷ്യവർഗത്തെ മുഴുവൻ ദൈവത്തിൽ നകന്ന മനുഷ്യനെ, പാപം ചെയ്ത മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം തന്നെ മനുഷ്യനായി അവതീർണനായത്. ഈ മനുഷ്യൻ ദൈവത്തെ കാണണമെങ്കിൽ യേശുവിനെ കണ്ടാൽ മതി. യേശുവിനെ കാണുമ്പോൾ, യേശുവിനെ അനുഭവിക്കുമ്പോൾ, യേശുവിനെ സ്വീകരിക്കുമ്പോൾ യേശു രക്ഷകനായി തീർന്ന് അവന് ശരിയായ സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യവും മോചനവും നൽകുന്നു. ഈ ക്രിസ്തുമസിന്റെ അവസരത്തിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഏതെങ്കിലും തരത്തിൽ ഞാൻ ബന്ധിതനാണോ? ഈ ബന്ധനത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ മോചനം കിട്ടും? മോചനം കിട്ടാൻ വേണ്ടി രക്ഷകനായ യേശുവിനെ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ ദായകനായി നമുക്ക് സ്വീകരിക്കാം. യേശു വന്നാൽ രക്ഷ ലഭിച്ചു. ലോകത്തിന് രക്ഷ നൽകാനുള്ള ഒരേ ഒരു മാർഗം, അത് രക്ഷകനായി ഭൂമിയിൽ അവതീർണനായ യേശുവിനെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാഥനായി, രക്ഷകനായി, രാജാവായി സ്വീകരിക്കലാണ്. ഈ ക്രിസ്മസിന്റെ അവസരത്തിൽ യേശുവിനെ നമുക്ക് രക്ഷകനായി, വിമോചകനായി സ്വീകരിക്കാം. രക്ഷകനായി ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.